നൽകിക്കൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കും. അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികമായി സംസാരിക്കും. പ്രിയങ്കരനായ ശ്രീ സുരേഷിന്റെ പ്രസംഗത്തിന് ശേഷം ഏതാനും വാക്കുകൾ ഞാൻ പറയുന്നതാണ്. പ്രിയപ്പെട്ട CSDS സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേഷ് അവരുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ഐക്യജനാധിപത്യങ്ങളുടെ സമുന്നതരായ നേതാക്കളെ, ഈ വേദി വിട്ടുപോയ കേരളത്തിന്റെ ഊർജസ്വലനും നിലപാടുകളുടെ രാജാവുമായ ശ്രീ VD സതീശൻ അവരുടെ, കടുത്തുരുത്തിയുടെ ജനനായകനും ഈ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുന്ന ബഹുമാനായ മോൻസോസ് അവരുടെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ നേതൃത്വം കൊടുക്കുന്ന CSDS ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് UDFന്റെ അനുകൂലമായ തീരുമാനങ്ങളെടുത്ത വിവരം ഞാനിവിടെ അറിയിക്കുകയാണ്. ആ നിലയിൽ ശക്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കടുത്തുരുത്തി മണ്ഡലത്തിലും ഉണ്ടാകും. ഈ കഴിഞ്ഞ 9.5 വർഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ നിരവധിയായ വിഷയങ്ങളിൽ മൗനം പാലിച്ച ഗവൺമെന്റിനെ അധികാരത്തിന്റെ പടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് CSDSന്റെ കൂടി അജണ്ട. അത് നടപ്പിലാക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രസ്ഥാനമുണ്ടാകും എന്നതിൽ തർക്കമില്ല. ഈ സമീപകാലത്ത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് ദളിത് ക്രൈസ്തവർ. അവരുടെ വിഷയങ്ങൾ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട MLA ആയിരുന്നില്ല. അത് അവതരിപ്പിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നും അവരുടെ സംവരണ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും നിയമസഭയിൽ എഴുന്നേറ്റ് ആർജവത്തോടുകൂടി പറഞ്ഞത് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA മോൻസോസ് അവറുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും ആവശ്യമാണെന്ന് കൂടി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിന് വിജയാശംസകൾ നടന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.